ഹായ് ഫ്രണ്ട്സ്, നജാഷ് ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പേളിമണിയുടെ ഈ ഒരു കുർത്തിയുടെ റീക്രിയേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. വീനെക്ക് കോളറും അതുപോലെ തന്നെ ചെറിയൊരു പഫ് സ്ലീവ്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുർത്തിയുടെ ഫ്രണ്ടിലായിട്ട് പ്ലീറ്റ്സും അതുപോലെ തന്നെ വീനെക്ക് കോളറുമാണ് കൊടുത്തിട്ടുള്ളത്. കോളറിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡിസൈനും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പഫ് സ്ലീവ്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവ്സിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇലാസ്റ്റിക് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുർത്തിയുടെ മെയിൻ ഡിസൈനായിട്ട് വരുന്നത് വി നെക്ക് കോളറിന് താഴെ വരുന്ന ഒരു പ്ലീറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ ഞാനിതൊരു 8 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഷോർട്ട് കുർത്തിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് കോട്ടൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ. ഇത് ഞാനിവിടെ 1.5 മീറ്ററാണ് ടോപ്പിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ത്രെഡും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കുർത്തിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുർത്തിയുടെ ലെങ്ത് അനുസരിച്ച് ആദ്യം തന്നെ ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പീസിൻ്റെ ലെങ്ത് ആയിട്ട് ഞാനിവിടെ എടുക്കുന്നത് 28 ഇഞ്ചസാണ് കേട്ടോ. അതുപോലെ തന്നെ വിഡ്ത്തായിട്ട് എടുക്കുന്നത് 14 ഇഞ്ചസാണ്. ഫ്രണ്ട് പീസ് നമ്മൾ കുറച്ച് വിടുത്തിലെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഈ ഒരു മെഷർമെൻറ്റ്സ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 4 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു 4 ഇഞ്ച് ഉണ്ടല്ലോ, അത് നമ്മൾ താഴെ വരെ മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമ്മൾ ഫ്രണ്ട് പീസിൽ മാത്രമായിട്ട് എക്സ്ട്രാ എടുക്കുന്ന ഒരു മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ ആ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഈ 4 ഇഞ്ചിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 ഇഞ്ചിനെ നമ്മൾ ഡബിൾ ഫോൾഡ് ആയിട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ 8 ഇഞ്ചാണ് ഫ്രണ്ടിൽ ആ പ്ലീറ്റ്സിൻ്റെ ഒരു ഭാഗം വരിക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ ഞാൻ താഴെ വരെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്നാണ് നമ്മൾ ഇതുപോലെ ഒരു പീസും കൂടെ ബാക്ക് പീസാണ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 പീസ് ഞാൻ ഫോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ 4 ഫോൾഡിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡറിന് വേണ്ടിയിട്ട് നമ്മൾ 4 ഇഞ്ച് ആദ്യം വിട്ടില്ല, അവിടെ നിന്ന് നമ്മൾ മെഷർ ചെയ്തെടുക്കരുത് കേട്ടോ. അത് നമുക്ക് പ്ലീറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഈ ഒരു മാർക്ക് ചെയ്തതിൻ്റെ അവിടുന്ന് അങ്ങോട്ടാണ് ഷോൾഡറിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് ഇതിലൊന്ന് ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ ആ 4 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മുടെ ഷോൾഡറിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാൻ. ഇനി നമ്മൾ നോർമൽ എങ്ങനെയാണോ ഒരു കുർത്തിക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ ലെങ്ത് ആയിട്ട് 6 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ആം ഹോളും 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോളിൻ്റെ കർവും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് ലെങ്ത് ആയിട്ട് ഞാനിവിടെ ഒരു 7.5 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സീം അലവൻസിന് കൂട്ടിയിട്ട് എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും മാർക്ക് ചെയ്തെടുക്കുമ്പോൾ ആ 4 ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ തെറ്റിപ്പോവും. അതുപോലെ തന്നെ ഇത് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലെങ്ത്തിന് 18 ഇഞ്ചസാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. താഴെ ഭാഗത്ത് ഈ ഒരു കോർണറിലായിട്ട് 2 ഇഞ്ച് കയറ്റിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ചെറിയൊരു കർവിലായിട്ട് ഞാനൊരു മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കുർത്തിയുടെ ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഫ്രണ്ടിൽ എടുത്തു എന്നുള്ളത് മാത്രമാണ് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സെയിം ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് പീസിനൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ നെക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ മടക്കിയെടുത്താൽ ബാക്ക് പീസ് എങ്ങനെയാണോ സെയിം മെഷർമെൻറ്റ്സിലാണ് നമുക്ക് കിട്ടുക. അപ്പം നമുക്കിനി നെക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ ഡീപ്പായിട്ട് 6 ഇഞ്ചസാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കോളറും കൂടെ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ കോളറിൻ്റെ പീസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നോർമൽ നമ്മൾ 4.5 ഇഞ്ചസാണ് എനിക്കിവിടെ നെക്കിൻ്റെ വിഡ്ത്തായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 1.5 ഇഞ്ചസും കൂടി ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 6 ഇഞ്ചസാണ് നെക്കിൻ്റെ ഡീപ്പ്
മാർക്ക് ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ ഈ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതുവരെ ഈ ഒരു 6 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടാണ് നെക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത്, മറ്റേത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വിടുത്തായിട്ട് ഞാനിവിടെ 2 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 4 ഇഞ്ചസ് വിട്ടിട്ട് വേണം ഈ ഒരു 2 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കാൻ. താഴെ ഭാഗത്തും ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ ഈ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അത് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് അങ്ങ് കൂട്ടി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിൽ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്, അങ്ങോട്ടും ഒന്ന് ചെരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ല വിടുത്തായിട്ട് കിട്ടുന്നത് പോലെ തോന്നും കേട്ടോ, പക്ഷെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് വരുമ്പോഴാണ് അത് മനസ്സിലാവുക. ഇനി നമുക്ക് ഇതിനൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇപ്പോഴാണ് നമുക്ക് ഈ നെക്കിൻ്റെ വിടുത്ത് എത്ര കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വിടുത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 8 ഇഞ്ചും അതുപോലെ തന്നെ ഓരോ ഇഞ്ചും സൈഡിൽ എടുത്തല്ലോ, അപ്പോൾ 10 ഇഞ്ചസാണ് നെക്കിൻ്റെ വിടുത്തായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത്രയും സ്ഥലം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് മാക്സിമം എത്രയും പ്ലീറ്റ്സ് ഇട്ട് എടുക്കാൻ കഴിയുമോ അത്രയും പ്ലീറ്റ്സ് ഇതുപോലെ മേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മാക്സിമം പ്ലീറ്റ്സ് ഇട്ട് എടുക്കുമ്പോൾ ഇത്രയാണ് നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് കിട്ടുന്നത് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു പ്ലീറ്റ്സ് ഇട്ട ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ വിടുത്ത് വന്നത് 2.5 ഇഞ്ചസാണ് കേട്ടോ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. താഴെ ഭാഗത്ത് 2.5 ഇഞ്ചസാണ്. ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡറാണ് കേട്ടോ നമുക്ക് ഇനി അറ്റാച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഷോൾഡർ ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ചിട്ട് ആ ഒരു നെക്കിൻ്റെ വിടുത്ത് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2.5 ഇഞ്ചസാണ് കേട്ടോ എനിക്ക് നെക്കിൻ്റെ വിടുത്തായിട്ട് കിട്ടുന്നത്. അപ്പം അത്ര തന്നെ നമുക്ക് മതിയാവും. അതുപോലെ തന്നെ കോളറാണല്ലോ ഈ ഒരു നെക്ക് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാനൊരു 1 ഇഞ്ചാണ് നെക്കിൻ്റെ ഡീപ്പായിട്ട് എടുക്കുന്നത്. ബാക്ക് നെക്ക് 1 ഇഞ്ച് ഡീപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പീസിനെ നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ നെക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നല്ല വശത്തിന് മുകളിലായിട്ട് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും വെച്ചിട്ട് ഷോൾഡറാണ് ഞാൻ അറ്റാച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ കറക്റ്റാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ എഡ്ജിലൂടെ ഒരു കോളറും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഇനി കോളറിന് വേണ്ടിയിട്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ ടാപ്പിനെ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് കൂടെ ചുറ്റിച്ചിട്ട് നമുക്ക് കോളറിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എടുക്കുമ്പോൾ എനിക്ക് ഇവിടെ ടോട്ടൽ 21 ആണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്ലോത്തിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് 23 ഇഞ്ചസാണ്. അതുപോലെ തന്നെ വിഡ്ത്ത് 3 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2ആയിട്ട് മടക്കിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോളറിൻ്റെ ഈ ഒരു പീസിൽ ചെറുതായിട്ടൊരു ഡിസൈൻ കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെളിമണി ധരിച്ചിട്ടുള്ള ആ ഒരു പിക്ചറിലും ആ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിൽ വന്നിട്ടുള്ള ഒരു ബ്ലൂ കളർ ഉണ്ടല്ലോ, ആ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ ഒരു ഡിസൈന് മേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ലൈനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു മൾട്ടി ഫങ്ഷണൽ കിറ്റിൽ വന്നിട്ടുള്ള ഒരു ഫൂട്ടാണ് ഇട്ടത്. അപ്പോൾ ഈ ഒരു ഫൂട്ട് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ലൈന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ പേര് തന്നെ സ്റ്റിച്ച് ഗൈഡ് ഫൂട്ട് എന്ന് കേട്ടോ. നമ്മുടെ സ്റ്റിച്ചിനെ ഗൈഡ് ചെയ്യുന്ന ഒരു ഫൂട്ടാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ കുറേ ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലൈന് നോക്കിയിട്ട് ഓരോ സ്റ്റിച്ചസും നമുക്ക് മേക്ക് ചെയ്തെടുക്കാം. എത്ര വിഡ്ത്താണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ആ ഗ്യാപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക്
സ്റ്റിച്ച് നീങ്ങി പോവാതെയും അതുപോലെ വിടുത്തൊക്കെ കറക്റ്റായിട്ട് കിട്ടാനും നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം തന്നെ 1 കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ ലൈന്, അപ്പോൾ ഒന്നാമത്തെ ലൈനിലാണ് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലൈന് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 ലൈന് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഫസ്റ്റ് ലൈന് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, അത് 2 ലൈന് ഗ്യാപ്പ് ഇട്ടിട്ടാണ് രണ്ടാമത്തെ ലൈന് കൊടുക്കുന്നത് കേട്ടോ. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതുപോലെ രണ്ടാമത്തെ ലൈനും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം മെത്തേഡിൽ തന്നെ 2 ലൈന് ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ടാമത് നമ്മൾ ചെയ്തെടുത്തില്ലേ അവിടേക്ക് ഇതുപോലെ വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റിച്ചൊക്കെ ഒരേ വിടത്തിൽ വരാൻ നമുക്ക് വളരെ ഉപകാരപ്പെട്ടൊരു ഫൂട്ടാണ് ഇട്ടത്. അപ്പോൾ ടോട്ടൽ ഞാനിവിടെ 4 സ്റ്റിച്ചസാണ് ഇതുപോലെ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ഒരു കോളറിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ 2 എഡ്ജിലായിട്ട് ഇതുപോലെ ചെറിയൊരു കട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മറിച്ചിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്മൂത്താകാൻ വേണ്ടിയിട്ടാണ് ഈ 2 സൈഡിലും ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ കോളറും കൂടെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ കട്ടിട്ട ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്നാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ കോളർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴെ ഭാഗത്തും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഉൾഭാഗത്ത് ഇതുപോലെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ലൈന് ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാനിതുപോലെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1-2 സ്റ്റിച്ച് നമുക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് എടുക്കാം. ബാക്കി വന്നിട്ടുള്ള പീസിനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോളറിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് കോളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ വരുന്ന പ്ലീറ്റ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ കോളറിൻ്റെ മുകൾ ഭാഗത്തു കൂടെ ഞാൻ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സ് ചെറിയൊരു പഫ് സ്ലീവ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മൾ സ്ലീവ്സ് ചെയ്തിട്ട് കുറച്ച് ലെങ്ത്തിൽ സ്ലീവ്സിൻ്റെ എൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ത്രെഡ് ഇലാസ്റ്റിക് വെച്ചിട്ട് ഞാൻ സിഗ്സാഗ് പാറ്റേണിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ത്രെഡ് ഇലാസ്റ്റിക് നല്ല കറക്റ്റായിട്ട് അവിടെ നിന്നോളും. അപ്പം മാക്സിമം വലിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഈ ഒരു നല്ല എഡ്ജിലായിട്ടല്ല കേട്ടോ, കുറച്ച് കയറ്റിയിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 സ്ലീവ്സും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ്സ് ആയിരുന്നു കേട്ടോ ഈ ഒരു പഫ് സ്ലീവ്സ്. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്ലീവ്സ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സ്ലീവ്സും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്കിനി കുർത്തിയുടെ ഫൈനൽ ലുക്ക് കണ്ടാലോ. കോളറിൽ ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോളറിൻ്റെ വീനക്ക് ഉണ്ടല്ലോ അവിടെ ചെറിയൊരു പീസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കോളർ കുറച്ച് ലെങ്ത് ആയിട്ട് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഫ് സ്ലീവ്സ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. Thank you for watching. Bye bye.